ഞാൻ ഇന്ന് പ്രത്യേകം ഓർക്കുകയാണ്, സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മഹാനരായ ആലിക്കുട്ടി ഉസ്താദ് അവറുകളെ. ഇന്നലെ അവർ വഫാത്തായി. ഇന്ന് 10 മണിക്കാണ് അവരെ മറവ് ചെയ്തത്. അല്ലാഹു അവരുടെ ദറജ ഉയർത്തട്ടെ, മഗ്ഫിറത്ത് നൽകട്ടെ. എല്ലാ ഔലിയാക്കളെയും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ അസ്ഹാബുൽ വക്തുകളായ മഹാരഥന്മാരെ എല്ലാ സഹായവും എല്ലാ ഹിഫുവും അല്ലാഹു അവർക്ക് നൽകട്ടെ. ആലിക്കുട്ടി ഉസ്താദ് ജീവിതത്തിൽ ചെയ്ത വലിയ സേവനം, അത് എടുത്തു പറയേണ്ട ചില സംഗതികളുണ്ട്. സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ. ഔലിയാക്കന്മാരോടുള്ള ബന്ധം, നമ്മുടെ മശായിഖന്മാരോടൊക്കെയുള്ള ബന്ധം, മശായിഖന്മാരോടൊക്കെ ബന്ധമുണ്ട്. വരലും പോകലും കാണലും ഒക്കെ സജീവമായി നടത്തിയ ആളാണ് ആലിക്കുട്ടി ഉസ്താദും. ശംസുൽ ഉലമയുടെ വഴിയാണ് അവര് പ്രത്യേകമായി ഇവിടെ വരച്ച് കാണിച്ചത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊണ്ടോട്ടി മശായിഖന്മാരുമായി ബന്ധപ്പെട്ട വിഷയം. അതിന്ന് പറയേണ്ടത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് സൂചിപ്പിക്കുന്നത്. കൊണ്ടോട്ടിയിലെ സയ്യിദ് മുഹമ്മദ് ഷാ തങ്ങൾ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഷെയ്ഖും ആരിഫും മഹാനും കുത്തുബും എല്ലാമായിരുന്നു അവർ. ആ കാലത്തുള്ള ഔലിയാക്കളും ഈ കാലത്തുള്ള ഔലിയാക്കളൊക്കെ അതിന് സാക്ഷിയാണ്. അവരത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതോ ചില നിമിഷങ്ങളിൽ മഹാനവറുകൾക്കെതിരെയാണെന്ന് തോന്നിപ്പോകുന്ന ചില ഫത്വകൾ ഒരു കാലത്ത് സമസ്തയുടെ തീരുമാനങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടപ്പോ ആ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായ വലിയ ആലിമും ബഹുഭാഷാ പണ്ഡിതനുമായ ആലിക്കുട്ടി മുസ്ലിയാർ, ആലിക്കുട്ടി ഉസ്താദ്, അവരുടെ ജീവിതത്തിലെ നന്മകളെ നമ്മൾ ഓർക്കുമ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സമസ്തക്ക് വേണ്ടി അവർ ചെയ്തു. സമസ്തയുടെ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരുപക്ഷെ അന്നത്തെ മീറ്റിംഗിൽ ഭൂരിപക്ഷം ആളുകളും ചിലപ്പോൾ നേരിട്ട് മശായിഖുമായി ബന്ധപ്പെട്ട് അതിന്റെ സംഗതികൾ മനസ്സിലാക്കാത്ത അവസ്ഥ ഒക്കെ ഉണ്ടാകാലോ, പല രൂപത്തിലുണ്ടാവും. അങ്ങനെയുള്ള വിഷയം മശായിഖുമായി ബന്ധപ്പെട്ട് വരുമ്പോ പിൽക്കാലത്ത് അത് തിരിച്ചറിഞ്ഞ ആളുകൾ അത് തിരുത്തി സത്യം വ്യക്തമാക്കി കൊടുക്കുക എന്നത് ഒരു ബാധ്യതയാണല്ലോ അവരെ. അതിവിടെ നിറവേറ്റിയ 2 മഹാമനീഷികൾ കൊണ്ടോട്ടി തങ്ങന്മാരുടെ വിഷയത്തിൽ, ഒന്ന് അഹ്ലുബൈത്തിലെ പ്രധാനിയായ മഹാനരായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, ആ ദൗത്യം നിർവഹിച്ച ആളാണ്. അതുപോലെ തന്നെ ആലിമീങ്ങളിൽ പ്രധാനിയായ ആരുണ്ട്? ആലിക്കുട്ടി ഉസ്താദുണ്ട്. നിങ്ങൾക്ക് ആ വിഷയത്തിൽ രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിന്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് നമ്മളെ സ്ക്രീനിൽ കാണാം. അതില് കണ്ടോ നിങ്ങൾ? കൊണ്ടോട്ടി തങ്ങൾ ഗ്രന്ഥം പ്രകാശനം ചെയ്തു. ആ ഫോട്ടോയിൽ ആ ഗ്രന്ഥം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർക്ക് കോപ്പി നൽകി പ്രകാശനം ചെയ്യുന്നു. ആലിക്കുട്ടി ഉസ്താദിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെ നിർവഹിച്ചത്. കാരണം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിലനിൽക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ നീക്കുന്ന ബൃഹത്തായ ഒരു ഗ്രന്ഥം രചിക്കപ്പെട്ടപ്പോ അന്ന് ഉത്തരവാദിത്തപ്പെട്ട 2 ആളുകൾ, ഒന്ന് അഹ്ലുബൈത്തിലെ കാരണവരാണ്, സമസ്തയുടെ വൈസ് പ്രസിഡന്റാണ്, മറ്റൊന്ന് ജനറൽ സെക്രട്ടറിയാണ്, ആലിമീങ്ങളിൽ ഏറ്റവും ഉയർന്ന ആളാ. 2 ആളും ചേർന്ന് ആ ഗ്രന്ഥം പ്രകാശനം ചെയ്യുകയാണ്. ആ ഗ്രന്ഥമാണ് കൊണ്ടോട്ടി തങ്ങൾ എന്ന ഈ പുസ്തകം. ഇതിന്റെ ആമുഖത്തിൽ 2 ആളും എഴുതിയിട്ടുണ്ട്. ഹൈദർ അലി ശിഹാബ് തങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരുടെ ഒരു വാക്ക് ഞാൻ വായിക്കാം. ഹദ്റത്ത് മുഹമ്മദ് ഷാ തങ്ങളുടെ ചരിത്രം വിശദമായി വിവരിക്കുന്ന ഒരു ഗ്രന്ഥം പ്രസിദ്ധീകൃതമാകുന്നത് സമകാലിക സാഹചര്യത്തിൽ ഏറെ പ്രസക്തമാണ്. ചിസ്തി ഖാദിരി ത്വരീഖത്തുകളെ ഒരു കാലത്ത് മുന്നിൽ നിന്ന് നയിച്ച ഈ യുഗ പുരുഷനെ കുറിച്ച് നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകളും അവ്യക്തതകളും നീങ്ങാൻ ഇത്തരം ഉദ്യമങ്ങൾ സഹായകമാകും. കൊണ്ടോട്ടി ശൈഖ് അവറുകളെ കുറിച്ച് അവർ വിശേഷിപ്പിച്ചത് യുഗപുരുഷൻ. അതാണ് മുജദ്ദിദ്, കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കുതുബ്, വലിയ വ്യക്തിത്വം എന്നൊക്കെ വിശദമായി എഴുതുന്നുണ്ട്.
എന്നിട്ട് അതിൽ ഒറ്റ വാക്കും കൂടി ലോകരോട് ആലിക്കുട്ടി ഉസ്താദ് പറയുന്നുണ്ട്. അവരെ ഓർക്കുന്ന ദിവസമായതുകൊണ്ട് ആ വാക്കുകൂടി ഞാൻ ഇവിടെ ഉദ്ധരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യപ്പെടേണ്ടതാണ്. ആമുഖത്തിൽ ആരെഴുതുകയാണ്? ആലിക്കുട്ടി ഉസ്താദ്. അവരെ കേന്ദ്രീകരിച്ച് പ്രചരിക്കുന്ന വിവാദങ്ങൾ സമചിത്തതയോടെയല്ലാതെ വിലയിരുത്തുന്നതും വിശദമായ അന്വേഷണങ്ങൾക്ക് മുതിരാതെ പക്ഷം പിടിക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തും. ഇതൊരു വലിയ സന്ദേശമാണ്. ആരോ പറഞ്ഞു കേട്ടത് നമ്മളും പറയാ. ആരാ പറഞ്ഞത് ഒരു തലിം വാലും ഉണ്ടാവില്ല. ഇവനാ മഹാനെ നേരിൽ കാണുക പോലും ചെയ്തിട്ടുണ്ടാവില്ല. ഏതോ അസൂയാലുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതായിരിക്കും. അത് വെച്ച് നമ്മളൊരു പക്ഷം ചേർന്ന് അവരെ വിമർശിക്കുമ്പോ വലിയ അപകടം വരും. ഏതാ വലിയ അപകടം? മൻ ആദാ ലീ വലിയ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്റെ ഔലിയാക്കളോട് അവരൊരാൾ ബുദ്ധിമുട്ടിച്ചാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് മഹാനരായ ആലിക്കുട്ടി ഉസ്താദും സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, കൊണ്ടോട്ടി മശായിഖന്മാർ ഏറ്റവും ഉന്നതരാണ് എന്ന് ഇവിടെ പഠിപ്പിക്കാനുള്ള കാരണം, അതിന്റെ മുഖ്യ ഹേതുവായി ഇവിടെ വന്ന് ഇത് സ്ഥാപിച്ച ആളാണ് മഹാനരായ തൃപ്പനച്ചി ഉസ്താദ് അവറുകൾ വലിയുള്ളാഹ്. അവരുടെ എല്ലാ വഴികളിലും ആരുണ്ട്? കൊണ്ടോട്ടി മശായിഖന്മാരുണ്ട്. ഇത് കണ്ടില്ല, റാത്തിബത്തുൽ ജലാലിയ ബി ഇജാസത്തി ശൈഖിന വ ഉസ്താദിന ഖദ്ദസല്ലാഹു സിറ. നമ്മളെ തൃപ്പനച്ചി ഉസ്താദിന്റെ അവിടെ ചൊല്ലുന്ന ജലാലിയ റാത്തീബാണ്. ജലാലിയ റാത്തീബിൽ കഴിഞ്ഞ ഉറൂസിൽ ഞങ്ങളൊക്കെ അവിടെ പങ്കെടുത്തു. അപ്പൊ അതില് പ്രത്യേകം ഈ ജലാലിയ റാത്തീബിൽ ഇതിന്റെ 42-ാമത്തെ പേജിൽ പല മഹാന്മാർക്കും ഫാത്തിഹ ഓതുന്ന കൂട്ടത്തിൽ പ്രത്യേകം പറയുന്നത് കാണാ, വസ്സയ്യിദ് മുഹമ്മദ് ഷാ വലിയില്ലാ റളിയല്ലാഹു അൻഹു. അപ്പൊ മുഹമ്മദ് ഷാ റളിയല്ലാഹു അൻഹുവിന് പ്രത്യേകം ഫാത്തിഹ ഓതിയിട്ടാണ് എന്നും തൃപ്പനച്ചി ഉസ്താദ് അവറുകൾ അവിടുത്തെ ജലാലിയ റാത്തീബ് നടത്തുന്നത്. ഇവിടുന്ന് എല്ലാരോടും അവിടെ പോകാൻ പറയലുണ്ട്. മാത്രല്ല ശംസുൽ ഉലമാ ഈ അവിടെ വന്ന് സിയാറത്ത് ചെയ്തത് നേരിൽ കണ്ട അനുഭവം ആലിക്കുട്ടി ഉസ്താദിന്റെ സഹോദരൻ കൂടിയായ പണ്ഡിതനായിരുന്ന മുഹമ്മദ് ഫൈസി ഇതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചരിത്രപരമായ വസ്തുതകളാണ്. മഹാനരായ ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടെ വന്നതും സിയാറത്ത് ചെയ്തതും നേരിൽ കണ്ട മോയിൻ ബാപ്പുവിനെ പോലുള്ള ആളുകൾ ഇന്നും ഹയാത്തിലുണ്ട്. അതൊക്കെ നമ്മൾ അത് വിശദീകരിക്കുമ്പോൾ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് എടുത്തു പറയാൻ കാരണം ആലിക്കുട്ടി ഉസ്താദിന്റെ ജീവിതത്തിലെ ഒരു വലിയ അധ്യായം തന്നെയായിരുന്നു മശായിഖുമായുള്ള ബന്ധം. ആ ബന്ധത്തിൽ എടുത്തു പറയേണ്ടതാണ് കൊണ്ടോട്ടി മശായിഖന്മാരുടെ കാര്യത്തിൽ ഒരു പ്രത്യേകമായ പ്രസ്താവന തന്നെ നടത്തി. അവര് നമ്മളൊക്കെ ബന്ധപ്പെടൽ നിർബന്ധമായ യുഗപുരുഷനാണെന്നും അതിന്റെ പവർ വലിയതാണെന്നും അവർ ലോകത്ത് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അല്ലാഹു ഉസ്താദ് അവറുകൾക്ക് ദറജയേറ്റി കൊടുക്കട്ടെ. എല്ലാ മശായിഖന്മാരുടെയും പ്രത്യേകം മദദ് നൽകട്ടെ. ശൈഖുൽ മശായിഖ് തങ്ങളെ കാവല് നൽകട്ടെ. അസ്ഹാബുൽ വക്തുകളായ മഹാരഥന്മാരുടെ ശൈഖുനായുടെ എല്ലാവരുടെയും പ്രത്യേക നോട്ടവും ഹിഫ്ളും അല്ലാഹു അവർക്ക് നൽകട്ടെ. അവരെ വഴിയിൽ നമുക്കും ഇനി ബാക്കിയുള്ള ആളുകൾക്കൊക്കെയും സഞ്ചരിക്കാനുള്ള ഒരു പ്രത്യേകമായ തൗഫീഖും അല്ലാഹു നൽകുമാറാകട്ടെ.